ചാൾസ് ഡാർവിൻ എന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ചാൾസ് ഡാർവിൻ്റെ യാത്ര, പ്രത്യേകിച്ച് ഗാലപ്പഗോസ് എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിൽ നടത്തിയതായിരിക്കുന്ന പഠനയാത്ര, ആ യാത്രയുടെ ഫലമായിട്ട് അദ്ദേഹം കണ്ടെത്തിയതായിരിക്കുന്ന ചില കാര്യങ്ങൾ, ചില അദ്ദേഹത്തിൻ്റെ തോന്നലുകൾ, അത് പിൽക്കാലത്ത് ഒരു സിദ്ധാന്തത്തിന് തന്നെ രൂപം കൊടുത്തു. ഇന്ന് കുറേ അധികം പേർ സയൻസ് എന്നും പറഞ്ഞ് വിശ്വസിക്കുന്നതായിരിക്കുന്ന പരിണാമ സിദ്ധാന്തം, അത് യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രമാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു സയൻസാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും അറിയാം, പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് സയൻസിൻ്റെ ഭാഗമായിട്ട് കരുതുന്നതായിരിക്കുന്ന ഒന്നാണ്. മാത്രമല്ല, നമ്മുടെ സ്കൂളുകളിലും മറ്റുമൊക്കെ ധാരാളം പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. നമ്മളുടെ കുട്ടികൾ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കുന്നു. മനുഷ്യനും അതുപോലെ തന്നെ കുരങ്ങും, ഇവരുടെ രണ്ടുപേരുടെയും പൂർവികൻ ഒന്നാണ് എന്ന് പറയുന്നതായ സിദ്ധാന്തം. ഈ കുരങ്ങാകട്ടെ മനുഷ്യനാകട്ടെ, അവർ ഈ രണ്ട് വിഭാഗവും ഉടലെടുത്തത് ഒരു പൂർവികനിൽ നിന്നാണെന്നുള്ളതാണ്. ഇനി ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളാകട്ടെ, അതെല്ലാം ഉടലെടുത്തത് ഒരു കെമിക്കൽ പൂളിൽ രൂപം കൊണ്ടതായിരിക്കുന്ന ഒരു ഏകകോശ ജീവി. ആ ജീവിയിൽ നിന്നും പരിണമിച്ച് രൂപപ്പെട്ടതായിരിക്കുന്ന ജീവജാലങ്ങളാണ് ഈ ഭൂമിയിലുള്ളത് എന്നാണ് പരിണാമവാദികൾ പറയുന്നത്. ഇന്ന് അതിനെ ന്യായീകരിക്കാനും അതിനെ സാധൂകരിക്കാനും വേണ്ടിയിട്ട് അനേക വ്യാഖ്യാനങ്ങളും അനേകമായിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം അടിസ്ഥാനമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ പരിണാമ സിദ്ധാന്തം എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതായിരിക്കുന്ന ഒന്നാണ്. എന്നാൽ പരിണാമ സിദ്ധാന്തത്തെ യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രമായിട്ട് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു ശാസ്ത്രമായിട്ട് അതിനെ പ്രഖ്യാപിക്കാൻ തക്കവണ്ണം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ളതായ ഒരു സിദ്ധാന്തമായിട്ട് അതിനെ നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ശാസ്ത്രകാരന്മാർ പറയുന്നത്. അതിന് മതിയായ തെളിവില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വീക്ക്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു ഏകകോശ ജീവി പരിണമിച്ച് ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങളും ഉണ്ടായി എന്ന് പറയുന്നതിന് അടിസ്ഥാനമായിരിക്കേണ്ടത് അടിസ്ഥാനപരമായി തെളിവുകളാണെന്നുള്ളതാണ്. അതായത് ഉരകങ്ങൾ തൊട്ട് മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിൽ പറക്കുന്നതായിരിക്കുന്ന പക്ഷികൾ വരെ രൂപപ്പെട്ടത് ഒരു ഏകകോശ ജീവിയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിന് മതിയായ തെളിവ് വേണമെന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ തെളിവ് വെക്കുവാനായിട്ട് പരിണാമത്തിന് സാധിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിലവിലുള്ള പല നിയമങ്ങളെയും, തെളിയിക്കപ്പെട്ടതായിരിക്കുന്ന പല നിയമങ്ങളെയും വെല്ലുവിളിക്കുന്നതാണ് പരിണാമ സിദ്ധാന്തം എന്നുള്ളത്. ലൂയി പാസ്റ്ററിൻ്റെ ലോ ഓഫ് ബയോജെനിസിസ്, അതിനെതിരാണ് പരിണാമം എന്ന് പറയുന്നത്. ലൂയി പാസ്റ്റർ പറയുന്നത് ജീവനിൽ നിന്നല്ലാതെ ജീവൻ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഒരു ജീവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതൊരു ജീവനിൽ നിന്നേ ഉണ്ടാകുകയുള്ളൂ എന്ന് ലൂയി പാസ്റ്റർ പറയുന്ന സമയത്ത് അത് തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിൽ ലോ ഓഫ് ബയോജെനിസിസ് എന്നാണ് അത് പറയപ്പെടുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ചതായിരിക്കുന്ന ഈ നിയമത്തിന്, ഈ സയൻസിന് ഘടകവിരുദ്ധമാണ് ഈ പറയുന്ന പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. പരിണാമ സിദ്ധാന്തം പറയുന്നത് ജീവനില്ലാത്തവയിൽ നിന്ന് ജീവൻ ഉണ്ടായി എന്നുള്ള നിലയില്ല. എന്നാൽ ലൂയി പാസ്റ്റർ പറയുന്നത് ജീവനിൽ നിന്നേ ജീവൻ ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും കോൺട്രഡിക്ടറി ആണെന്നുള്ളതാണ് വാസ്തവം, വിരോധാഭാസമാണെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ഉള്ളൂ സത്യം എന്ന് പറയുന്നത്, അല്ലാതെ രണ്ടും സത്യമാകില്ല. സത്യങ്ങൾ എപ്പോഴും ഒരുമിച്ചിരിക്കുക, ചേർന്നിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരെണ്ണം സത്യവും ഒരെണ്ണം മിഥ്യയുമാണെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ വൈരുദ്ധ്യങ്ങളായിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ വൈരുദ്ധ്യം കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നാണ് സത്യം. ലോ ഓഫ് ബയോജെനിസിസിനെ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല, അത് പ്രൂവൻ സയൻസ് ആണെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ടതായിരിക്കുന്നത് ഏതാണ്? പരിണാമ സിദ്ധാന്തം. ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്നും ജീവൻ ഉണ്ടായി എന്ന് പറയുന്നതായ ഈ പരിണാമ സിദ്ധാന്തത്തെയാണ് നമ്മൾ ചോദ്യത്തിൻ്റെ, സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ടതായിരിക്കുന്ന ഒന്ന്. അപ്പോൾ സംശയം അതിൻ്റെ മേലുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ കൺവിൻസിങ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ട് മനുഷ്യരെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അവർ പ്രത്യേകിച്ച് ഇതിൻ്റെ വക്താക്കളായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിൽ സയൻസിനെ മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞന്മാർ, അവരാരും പരിണാമ സിദ്ധാന്തത്തെ 100% ശരിയാണെന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്നവരല്ല. പരിണാമ സിദ്ധാന്തം ഇന്നും തെളിയിക്കപ്പെടാത്തതായിരിക്കുന്ന ഒരു സിദ്ധാന്തം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വക്താക്കളായിട്ട് മുന്നോട്ട് വരുന്നത് ആരാണ്? പ്രധാനമായിട്ടും നിരീശ്വരന്മാരാണ് ഇതിൻ്റെ വക്താക്കളെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നിരീശ്വരന്മാരെയും നിരീശ്വരവാദത്തെയും ഇന്ന് ഈ ആധുനിക യുഗത്തിൽ നിലനിർത്തുന്നതായിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ടതായിരിക്കുന്ന സിദ്ധാന്തങ്ങളെന്ന് പറയുന്നത്, ഒന്ന് പരിണാമ സിദ്ധാന്തവും രണ്ടാമത്തത് ബിഗ് ബാങ് തിയറിയുമാണ്. പരിണാമ സിദ്ധാന്തവും ബിഗ് ബാങ് തിയറിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കാര്യം ഏതാണ്ട് അവതാളത്തിലാണെന്നുള്ളതാണ്. കാര്യം ഇവർ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ, അതിനെ പ്രൂവ് ചെയ്യാനായിട്ടാണ് ഇവർ പലപ്പോഴും ഈ പരിണാമ സിദ്ധാന്തത്തെ കൂട്ടുപിടിക്കുന്നത്. പരിണാമ സിദ്ധാന്തത്തിൽ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ തന്നെ, ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു? അവിടെ സൃഷ്ടി നടക്കുന്നു, അല്ലെങ്കിൽ അവിടെ പരിണമിച്ച് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു, ജീവൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നതായിരിക്കുന്ന സിദ്ധാന്തമാണ് ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിന് സാധ്യതയില്ല, ദൈവത്തിന് അവിടെ ഒരു റോളുമില്ല.
അങ്ങനെയെങ്കിൽ ഈ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം, ദൈവമില്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർക്ക് ശ്ലാഘനീയമായിരിക്കുന്നതായ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്തമാണ്. ഇതിനെ മാക്സിമം എന്ത് ചെയ്യുക, പ്രഘോഷിക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നോക്കിക്കോ, ഈ നിരീശ്വരന്മാരുടെ സയൻസിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പരിണാമ സിദ്ധാന്തമായിരിക്കും. അതായിരിക്കും അവർ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബാങ് തിയറിയാണ്. ബിഗ് ബാങ് തിയറിയിലേക്ക് വരുമ്പോഴേക്കും ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ അതും എങ്ങനെയാണ്, പ്രപഞ്ചം ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സൂപ്പർ ആറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അത് വികസിക്കാനായിട്ട് തുടങ്ങി. വികസിച്ച് ഈ പറഞ്ഞതായിരിക്കുന്ന ഗാലക്സികളും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും പ്ലാനറ്റുകളും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നതായ സിദ്ധാന്തം ഇന്നും പ്രപഞ്ചം എന്ത് ചെയ്യുന്നു, വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നിവർ പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ ദൈവത്തെ കൂടാതെ എന്ത് ചെയ്യുന്നു, പ്രപഞ്ചം വികസിക്കുന്നു, പ്രപഞ്ചം ഉളവായി എന്ന് പറയാനായിട്ട് അവിടെ അവർ ശ്രമിക്കുകയാണ്. പറഞ്ഞ ഈ രണ്ട് സിദ്ധാന്തങ്ങളിലൂടെ യഥാർത്ഥത്തിൽ അവർ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവമില്ല എന്ന് അവർക്ക് പറയാനായിട്ട് അവരെ സഹായിക്കുന്ന തരത്തിലേക്ക് എന്ത് മാറുന്നു, ഈ പരിണാമ സിദ്ധാന്തവും ബിഗ് ബാങ് തിയറിയും ഒക്കെ മാറുന്നു എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ അവരെ അതിനായിട്ട് മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നും ചെറുപ്പക്കാരായിരിക്കുന്ന ആൾക്കാർ പോലും വലിയ കാര്യത്തോടു കൂടിയാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആശയത്തെക്കുറിച്ചും പരിണാമ സിദ്ധാന്തത്തിലെ നാച്ചുറൽ സെലക്ഷനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ വാദോരാതെ ഇവരെന്ത് ചെയ്യണം, ഇവർ വന്നിരുന്ന് പ്രസംഗിക്കുന്നത് കാണാം. ഈ പരിണാമ സിദ്ധാന്തം പറയുന്ന ഈ ആൾക്കാരുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചികഞ്ഞു ചെല്ലുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് ഇവരെ തന്നെ പരിചയപ്പെടുത്തുന്നത് നിരീശ്വരന്മാരായിട്ടാണ്, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികളല്ലെന്ന് അവർ പറയുന്നു. ഈശ്വര വിശ്വാസി അല്ലാതാകാനായിട്ടുള്ള അടിസ്ഥാനം എന്താണെന്ന് പറയുമ്പോഴേക്കും അത് ചെന്ന് നിൽക്കുന്നത് ഈ പരിണാമ സിദ്ധാന്തത്തിലാണ്, അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറിയിലാണ്. അപ്പോൾ പരിണാമ സിദ്ധാന്തത്തിൽ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല, ബിഗ് ബാങ് തിയറിയിൽ ഒരു ദൈവത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തെ കൂടാതെ പ്രപഞ്ചവും ഈ ജീവജാലങ്ങളും ഉണ്ടായെങ്കിൽ പിന്നെ ഒരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവിടെ. അപ്പോൾ പിന്നെ ഇവർ വിശ്വസിക്കുന്നതായിരിക്കുന്ന ആ ഒരു തലം എന്താവുന്നു, ശരിയാവുന്നു. കാരണം ദൈവമില്ല. അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ സിദ്ധാന്തത്തെ ഇവർ കൂട്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ നമ്മളിത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ താഴെ ഒരു പക്ഷേ കമൻറ്റുകൾ വന്നേക്കാം, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ആൾക്കാർക്ക് എതിരഭിപ്രായം ഉണ്ടാകാം. പറയാൻ വേണ്ടി പോകുന്ന കാര്യം ഇതെന്ന് പറഞ്ഞാൽ പ്രൂവൻ സയൻസ് ആണ്, ഇതിന് എവിഡൻസ് ഉണ്ട്, ഇതാണ് എന്നൊക്കെ പറയും. കാർബൺ ഡേറ്റിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു വരും. ഫോസിലുകൾ തെളിവുകൾ എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ ഈ ഫോസിൽ തെളിവുകളും കാർബൺ ഡേറ്റിങ്ങും അതിൻ്റെയൊക്കെ പിന്നിലുള്ളതായിരിക്കുന്ന ചതിയുടെ ചരിത്രം നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും. സത്യസന്ധപരമായിട്ട് നമ്മൾ പരിണാമത്തെ പഠിച്ചു കഴിഞ്ഞാൽ പരിണാമം ഒരു സയൻസ് അല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1800കളിലാണ് ഡാർവിൻ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിലെ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അത് വളരെ ശൈശവാവസ്ഥയിലായിരുന്ന ഒരു സമയത്താണ് ഡാർവിൻ ഇങ്ങനെയുള്ള ചില നിഗമനങ്ങളിലേക്കും നിരീക്ഷണങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ജീവശാസ്ത്രം എന്ന് പറയുന്നത് വളരെ മുന്നിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ മികച്ച നിലയിൽ അതിനെ സംബന്ധിച്ച് ആധുനിക തരത്തിലുള്ള പഠനങ്ങളും കാര്യങ്ങളും കണ്ടെത്തലുകളും ഒക്കെ വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ഓരോ ജീവജാലങ്ങളും എത്രമാത്രം കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ വളരെ നിസ്സാരമായിട്ട് കോടാനുകോടി വർഷങ്ങളെടുത്ത് പരിണമിച്ച് രൂപപ്പെട്ടതായിരിക്കുന്ന ഒന്ന് ആകാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ള തരത്തിലാണ് ഇന്നത്തെ ജീവശാസ്ത്രപരമായിരിക്കുന്ന കണ്ടെത്തലുകൾ. എത്രമാത്രം കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ് ഓരോ ജീവിയും എന്നുള്ള കണ്ടെത്തലുകൾ ശാസ്ത്രകാരന്മാർ മുന്നോട്ട് വെക്കുമ്പോൾ അവർ തന്നെ അതിശയിച്ചു പോകുന്നതായിരിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് DNA എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സെല്ലുകളിലെ ഓരോ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, അതുപോലെ നമ്മളെ ഹ്യൂമൻ ഐ, ഹ്യൂമൻ ബ്രെയിൻ, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന നിലയിലാണ് ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഇന്നും കുറേ അധികം നിരീശ്വരന്മാരും നിരീശ്വരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുന്ന സയൻറ്റിസ്റ്റുകളും ചേർന്ന് മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടുകയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിലെ മൈക്രോ എവല്യൂഷൻ അതുപോലെ മാക്രോ എവല്യൂഷൻ എന്ന നിലയിൽ രണ്ടായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം. അതിൽ മൈക്രോ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചില മ്യൂട്ടേഷൻസ് അത് മനുഷ്യരിലും അത് മറ്റ് ജീവജാലങ്ങളിലും ഒക്കെ വരുന്നതായിരിക്കുന്ന മ്യൂട്ടേഷൻസ് ആണ്. പക്ഷേ ആ മ്യൂട്ടേഷൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, മനുഷ്യൻ മറ്റൊരു ജീവിയായിട്ട് മാറുന്നില്ല, മറ്റൊരു സ്പീഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല എന്നുള്ളതാണ്. ഒരു തവള ഒരു മൈക്രോ മ്യൂട്ടേഷൻ കൊണ്ട് ഒരിക്കലും മനുഷ്യനായിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളായിട്ട് മാറുന്നില്ല. മൈക്രോ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ മൈക്രോ എവല്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും അതാ സ്പീഷ്യസിൽ തന്നെ വരുന്നതായിരിക്കുന്ന ചില മാറ്റങ്ങളാണ്. അതല്ലാതെ ആ സ്പീഷ്യസ് മറ്റൊരു സ്പീഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അതുപോലെ തന്നെ മാക്രോ എവല്യൂഷൻ എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് ഈ പരിണാമ സിദ്ധാന്തക്കാർക്ക് തെളിവില്ലാതെ പോകുന്നത്. അതായത് ഒരു സ്പീഷ്യസിൽ നിന്നും പരിണമിച്ച് മറ്റൊരു സ്പീഷ്യസിലേക്ക് മാറുന്ന തരത്തിലുള്ള എവിഡൻസ് അത് പരിണാമത്തിനെ മുന്നോട്ട് വെക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. അഥവാ അവരെന്തെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം
തെറ്റായിട്ടുള്ള എവിഡൻസുകളാണ് എന്നുള്ളതാണ്. അതിനെയൊക്കെ നമുക്ക് പൊളിക്കാനായിട്ട് സാധിക്കും. വരും വീഡിയോകളിലെ ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ പറയുന്നതിനോട് എന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതായിരിക്കുന്ന എവിഡൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിനെ നമുക്ക് ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്യാം, അത് അങ്ങനെയല്ല എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ നിർത്താം. അതായത് ഇന്ന് എന്തുകൊണ്ട് പരിണാമ സിദ്ധാന്തം പൊതുവേദികളിൽ ചർച്ചയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണക്കാരെന്ന് പറഞ്ഞാൽ നിരീശ്വരവാദവും നിരീശ്വരവാദികളും അല്ലെങ്കിൽ നിരീശ്വരവാദത്തെ പിന്തുണക്കുന്നതായിരിക്കുന്ന കുറേ അധികം സയൻറ്റിസ്റ്റുകളുമാണ്. ആത്മാർത്ഥമായിട്ട് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തെ പഠിക്കാനായിട്ട് ശ്രമിച്ചതായിരിക്കുന്ന ആൾക്കാർ പല പരിണാമ ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ പരിണാമത്തിൽ വിശ്വസിച്ചിരുന്നതായിരിക്കുന്ന ശാസ്ത്രകാരന്മാരും അവർക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ജീവജാലങ്ങൾ പരിണമിച്ചുണ്ടാകില്ല എന്നവർക്ക് മനസ്സിലാകുകയും അതിൽ നിന്ന് വിട്ടിട്ട് അവർ ദൈവവിശ്വാസികളായ ചരിത്രവുമുണ്ട് അല്ലെങ്കിൽ ക്രിയേഷനിസ്റ്റുകളായിട്ട് മാറിയ ചരിത്രവുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് വരും വീഡിയോകളിൽ നമ്മൾക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.